അല്ല 5 വർഷം മുന്നേ ആണെന്നുണ്ടെങ്കിൽ ഹെസ്ബുള്ളയോ ഹൂത്തികളോ ഹമാസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രോക്സികൾ സഹായിക്കുമെന്ന് വെക്കാം. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 1.5 വർഷത്തെ യുദ്ധം കൊണ്ട് തന്നെ ഹെസ്ബുള്ള വളരെ വീക്കെൻഡായി, ഹമാസ് ഓൾമോസ്റ്റ് ഇല്ലാതായി, ഹൂത്തികൾ മാത്രമാണ് ബാക്കിയുള്ളത്. രാജ്യങ്ങളെ എടുത്ത് നോക്കിയാലും അൺഫോർച്യുനേറ്റ്ലി മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ പോലും വാക്കാൽ വേർബലി ഒരുപാട് ആളുകൾ സപ്പോർട്ടിന് വരുന്നുണ്ടെങ്കിലും ഇവർ പല സുന്നി രാജ്യങ്ങളിലും ഷിയ മിലീഷ്യാസിനെ വളർത്തിയെടുത്തതുകൊണ്ടും ചില ഷിയ മെജോറിറ്റി രാജ്യങ്ങൾ, ഇപ്പോൾ ബഹ്റൈൻ പോലുള്ള ഷിയ മെജോറിറ്റി ഏകദേശം 65% ഷിയ മുസ്ലിംസ് ആണെങ്കിലും അവിടെ സുന്നി റൂളാണ്. അപ്പോൾ അവിടെയൊക്കെ ഇന്റേണൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കാൻ ഇറാൻ ശ്രമിച്ചിട്ടുള്ളതൊക്കെ കൊണ്ട് മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾ പിണക്കത്തിൻ്റെ മട്ടിലാണ് നിൽക്കുന്നത്, ആരും തന്നെ അടുക്കുന്നില്ല. ഇനി പുറത്തുനിന്നുള്ള ഇന്റർഫിയറൻസ് ആണ് പിന്നെ ആകെയുള്ള രക്ഷ. ഇപ്പോൾ റഷ്യയും ചൈനയും അവരുടെ റീസെൻ്റ് ആയിട്ടുള്ള സ്വഭാവം നമ്മൾ ശ്രദ്ധിച്ചാൽ കഴിഞ്ഞ കുറച്ച് വാറുകൾ, ഇപ്പോൾ യുക്രൈൻ റഷ്യ വാറിൽ ചൈന ചെയ്തത് എന്താണ്? റഷ്യനെ ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഇപ്പോൾ ട്രേഡ് വർദ്ധിപ്പിക്കുന്നു, ഓയിൽ മേടിക്കുന്നു, ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഇല്ല. പലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ പലസ്തീന് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് കൊടുക്കുന്നു, വേറെ ഡയറക്റ്റ് മിലിറ്ററി ഇൻവോൾവ്മെന്റ് ഒന്നുമില്ല, ഡിപ്ലോമാറ്റിക് ഇൻവോൾവ്മെന്റ് മാത്രമാണുള്ളത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പോലും പിന്നിൽ നിന്ന് കളിക്കുന്നു, അല്ല ഡയറക്റ്റ്ലി കളത്തിലിറങ്ങി അവർ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചൈനയുടെ റീസെന്റ് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് മിലിറ്ററി ഇൻവോൾവ്മെന്റ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പക്ഷേ ഇറാനെ സഹായിക്കുന്നു എന്ന മട്ടിലുള്ള വാർത്തകൾ മാധ്യമങ്ങളിലൊക്കെ കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ വന്നിരുന്നു. അതിന് സ്ഥിരീകരണം വന്നിട്ടില്ല. 3 എയർക്രാഫ്റ്റുകൾ ഇറാനിൽ ചെന്നു എന്നുള്ളൊരു വാർത്ത പല മാധ്യമങ്ങളും, ഇന്റർനാഷണൽ മാധ്യമങ്ങളിലും ഇന്ത്യൻ മാധ്യമങ്ങളിലും ഒക്കെ തന്നെ വന്നിരുന്നു. അപ്പം ചൈനയുടെ കാര്യം അങ്ങനെ. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നാളെ പുടിനെ പോയി കണ്ടത് പ്രൊഡക്റ്റീവ് ആയാൽ തന്നെ റഷ്യയുടെ മുന്നിൽ നിൽക്കുന്ന ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഓൾറെഡി യുക്രൈൻ യുദ്ധത്തിൽ അവർ നഷ്ടം സഹിച്ചു നിൽക്കുന്നു, അല്ലെങ്കിൽ എയർ ഡിഫൻസ് സിസ്റ്റമോ മിലിറ്ററി എക്യുപ്മെൻറ്റോ ഒന്നും കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല റഷ്യ. പ്രത്യേകിച്ച് ഇറാനെ പോലെ അമേരിക്കയെ എതിർക്കുന്ന ഒരു രാജ്യത്തിന് അത് കൊടുക്കുക എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിൽ റിസ്ക് ആണ്. കാരണം ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻവോൾവ്മെൻറ്റും ഉണ്ടാകും, യുക്രൈൻ വഴിയും അറ്റാക്ക് ഇൻറ്റൻസിഫൈ ചെയ്യാൻ അമേരിക്കയ്ക്ക് പറ്റുകൊണ്ട് റഷ്യയും ഡയറക്റ്റ്ലി ഇൻവോൾവ് ചെയ്യുമെന്ന് സംശയമാണ്. പിന്നെ ആരാണ് ശരിക്കും സഹായിക്കാനുള്ളത്? അതാണ് അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള സിനാരിയോ. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ട്രംപ് പറഞ്ഞു ഇതൊരു സർജിക്കൽ സ്ട്രൈക്കായിട്ട് കാണുക, ഞങ്ങൾ അറ്റാക്ക് ചെയ്തു, തിരിച്ചു വന്നു, ഇനിയിപ്പോൾ നമുക്ക് നെഗോഷിയേഷനിലോട്ട് പോകാം. അതുകൊണ്ട് ഒരു ഐഡിയൽ സിറ്റുവേഷൻ ഇറാൻ നെഗോഷിയേഷനിലോട്ട് വരുന്നതാണ്. പക്ഷേ ആത്മാഭിമാനമുള്ള ഒരു രാജ്യം അത് ചെയ്യില്ല, ഇറാൻ തീരെ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള മുന്നോട്ടുള്ള കാര്യങ്ങൾ ഇസ്രായേൽ ഒരുപക്ഷെ കണ്ണുവെക്കുന്നത് ഒരു റെജീം ചേഞ്ചിലേക്ക് ആയിരിക്കാം. പക്ഷേ അത് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ സുപ്രീം ലീഡർ മാത്രമല്ല, അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്ന 88 പേരുടെ എക്സ്പേർട്ട് കൗൺസിലുണ്ട്, 12 പേരുടെ ഗാർഡിയൻ കൗൺസിലുണ്ട്, 290 അംഗങ്ങളുള്ള പാർലമെന്റ് ഉണ്ട്, വ്യാപിച്ചു കിടക്കുന്ന IRGC ഉണ്ട്, പോരാതെ അവരുടെ മിലിറ്ററി ഉണ്ട്. ഇതിനെല്ലാം മാറ്റിയെടുക്കുക, ഇത്രയും വലിയൊരു രാജ്യത്തിൽ പോയി ഇതിനെല്ലാം മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് പോസിബിൾ അല്ല. ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമേരിക്കയ്ക്കുള്ള റിസ്ക് കൂടെ പറയാം. ഇറാൻ തിരിച്ചടിച്ചാൽ ഒരുപക്ഷെ അമേരിക്കൻ എയർ ബേസുകളിലായിരിക്കും തിരിച്ചടിക്കുക. 20ഓളം എയർ ബേസുകളിൽ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടല്ലോ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഖത്തറിൽ നിന്ന് കഴിഞ്ഞ ഒരു 10-12 ദിവസം കൊണ്ട് അവർ 40ഓളം എയർക്രാഫ്റ്റുകൾ മാറ്റിയത്. സിറിയയിലെ 2 യൂണിറ്റ്സിലെ മൊത്തം എയർക്രാഫ്റ്റുകൾ അവർ മാറ്റി. അപ്പോൾ അവരെ പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ ഒരു അറ്റാക്ക് തിരിച്ചു വന്നാൽ തന്നെ. പക്ഷേ മറിച്ചൊരു സാധ്യതയുള്ളത് ഇപ്പോൾ കഴിഞ്ഞ 2000 മുതൽ 2024 വരെ ഏകദേശം 10 മില്യണോളം ഇല്ലീഗൽ ഇമിഗ്രൻസ് അമേരിക്കയിൽ കയറി വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രൊട്ടസ്റ്റുകൾ അവിടെ നടക്കുന്നുണ്ട്. ഇപ്പോഴും നോ കിങ്സ് പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ വിവിധ സിറ്റികളിൽ 100-200ഓളം സിറ്റികളിൽ നിന്ന് നടന്നു പോകുന്നു. അപ്പോൾ പല ഇന്റലിജൻസ് റിപ്പോർട്ടുകളും ഇന്ന് മൈക്ക് പോംപിയോ അത് സൂചിപ്പിക്കുകയുണ്ടായി, ഈ അമേരിക്കയ്ക്കുള്ളിൽ ഒരു അറ്റാക്ക് നടക്കാനുള്ള സാധ്യത കാണുന്നു. അത് ഒരു പക്ഷേ ഇറാനിയൻ സ്ലീപ്പർ സെൽസ് ത്രൂ അങ്ങനെ നടക്കാൻ സാധ്യത കാണുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ട്രംപ് പ്രഷറിലാവും. കാരണം ഓൾറെഡി ട്രംപിന്റെ പാർട്ടിയിൽ തന്നെ സ്പ്ലിറ്റാണ്. ഒരുപാട് റിപ്പബ്ലിക്കൻ സെനറ്റേഴ്സ് എതിര് വന്നു. നേരത്തെ ഭദ്രകുമാർ സർ സൂചിപ്പിച്ച ടക്കർ കാൾസൺ ആജീവനാന്ത ട്രംപ് സപ്പോർട്ടറായിരുന്നു, അദ്ദേഹം പോലും എതിര് പറയുന്നു. സോ അവിടെ ഒരു അറ്റാക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ എന്തിന് 9/11 ശേഷം 24 വർഷമായിട്ട് പീസ്ഫുൾ ആയിട്ട് ജീവിച്ചിരുന്ന അമേരിക്കയെ മറ്റൊരു രാജ്യത്തേക്ക് യുദ്ധത്തിന് ഇസ്രായേലിന് വേണ്ടി കൊണ്ടുപോയി ഞങ്ങൾ സഫർ ചെയ്യേണ്ടി വന്നു എന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ട്രംപിന് ഇത് വല്ലാത്ത പ്രഷറായി മാറും. ഇന്ത്യയുടെ പൊസിഷൻ ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ എവിടെ നിൽക്കേണ്ടി വരും ഇന്ത്യക്ക് എന്നുള്ളതാണ്. അത് ഇന്ത്യയുടെ ഒരു ആഭ്യന്തരമായ ചില ചോയ്സുകളുണ്ട്. ഇന്ത്യക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് ഇന്ത്യ തീരുമാനിക്കുന്ന വിഷയമാണ് വിദേശ നയത്തിൽ. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇസ്രായേൽ അടുത്ത ബന്ധമുള്ള, നരേന്ദ്രമോദി സർക്കാർ അടുത്ത ബന്ധം കാത്തുസൂക്ഷിക്കുന്ന പല കാരണങ്ങളുണ്ടായിരിക്കാം. അതിന് നിലവിൽ കാത്തുസൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ് ഇറാനുമായാലും അതെ നിലവിൽ ഇതുവരെ. പക്ഷേ ഇപ്പോഴത്തെ പുതിയ രാഷ്ട്രീയ ലോകക്രമത്തിൽ രാജ്യത്തിനകത്തെയുള്ള രാഷ്ട്രീയ കാരണങ്ങളുടെ പേരിലൊക്കെ ഇപ്പോൾ ഈ സംഘർഷം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇന്ത്യക്ക് എവിടെയെങ്കിലും നിൽക്കേണ്ടി വരുമോ? വരികയാണെങ്കിൽ അത് ഇപ്പോൾ ഫസൽ ഗഫൂർ ചൂണ്ടിക്കാണിച്ച പോലെ സമ്പൂർണ്ണമായി ഇസ്രായേൽ പക്ഷത്ത് തന്നെ ആയിരിക്കുമോ? നിർമ്മൽ, അല്ല, അതിന്റെ ബേസ് ലൈനിൽ എടുത്തു കഴിഞ്ഞാൽ ശരിയാണ്, താങ്കൾ പറഞ്ഞ പോലെ ഇറാനുമായിട്ടും നല്ല ബന്ധമുണ്ട്, ഇസ്രായേലുമായിട്ടും നല്ല ബന്ധമുണ്ട്. ഇസ്രായേൽ നമുക്ക് ടെക് സപ്പോർട്ടും സർവേലൻസ് സപ്പോർട്ടും ഡിഫൻസ് സപ്പോർട്ടും തരുന്നു. ഇറാൻ നമുക്ക് കുറഞ്ഞ വിലയിൽ ഡിസ്കൗണ്ടഡ് ഓയിൽ തരുന്നു. അതേപോലെ കൂടിയ ക്രെഡിറ്റ് പീരീഡിൽ അവർ ഓയിൽ തരാൻ സമ്മതിച്ചിട്ടുള്ള ഒരു രാജ്യമാണ്. നമുക്ക് ചാബഹാർ പോർട്ട് നിർമ്മിക്കാൻ 10 വർഷത്തെ അഗ്രിമെന്റ് സൈൻ ചെയ്ത രാജ്യമാണ്. അതുകൊണ്ട് നല്ല ബന്ധങ്ങളുണ്ട്. പക്ഷേ ഇത് മുന്നോട്ട് പോയാൽ ഇന്ത്യ ഒരു നെഗോഷിയേഷനിലേക്ക് ഇറാനെ, ഇപ്പം താങ്കൾ തന്നെ പറഞ്ഞ 45 മിനിറ്റത്തെ കോൺവെർസേഷനിലേക്ക് സമാധാനം പുലരട്ടെ എന്നാണ് മോദി പറഞ്ഞതെന്ന്.
അപ്പോൾ അതിന് ഉള്ള കാരണം ചെറുതായിട്ട് ശ്രീ ഫസൽ ഗഫൂർ നേരത്തെ സൂചിപ്പിച്ചു. കാരണം നമ്മളിപ്പം ഞാൻ ചില രാജ്യങ്ങളുടെ പേര് പറഞ്ഞു, ഇപ്പം മിലിറ്ററി ബേസുകളുള്ള രാജ്യങ്ങൾ UAE ആയിക്കോട്ടെ, സൗദി ആയിക്കോട്ടെ, ബഹ്റിൻ ആയിക്കോട്ടെ, കുവൈറ്റ് ആയിക്കോട്ടെ, ഖത്തർ ആയിക്കോട്ടെ, ഇവിടെയൊക്കെ ഈ പേരുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ വീട്ടുകാരും കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ വസിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പം ഇത് ഒരു സ്പിൽ ഓവർ ചെയ്ത് കഴിഞ്ഞാൽ, അത് ചെയ്യുമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും മിലിറ്ററി ബേസിനെ മറ്റോ അറ്റാക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്പിൽ ഓവർ ആകും. ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗൾഫ് യുദ്ധത്തിൻ്റെ ലെവലിലോട്ടൊക്കെ പോയാൽ, അങ്ങനെ പോകുന്നല്ല, പക്ഷെ പോയാൽ അവിടെ ഇന്ത്യക്കാരെ അത് ബാധിക്കും. അത് ഞാൻ പറയാൻ കാര്യം എൻ്റെ സ്വന്തം മൈ സിസ്റ്റർ ലിവ്സ് ഇൻ ഖത്തർ. ആളോട് സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞത് അവിടെ ഭയമുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10 ദിവസം കഴിഞ്ഞ 10 ദിവസമായിട്ട് അമേരിക്കയുടെ പല എയർക്രാഫ്റ്റുകളും എടുത്ത് മാറ്റുകയാണ്. 60ഓളം എയർക്രാഫ്റ്റുകൾ ഉണ്ടായിരുന്നു, 40ഓളം എടുത്ത് മാറ്റി. അപ്പോൾ അത് ജനങ്ങൾക്കും അവിടുത്തെ ഗവൺമെൻറ്റിനും കൊടുക്കുന്ന സൂചന എന്താണ്? തീർച്ചയായിട്ടും ഒരു അറ്റാക്ക് ഇമ്മിനൻ്റ് ആണ്. അതുകൊണ്ടാണല്ലോ അമേരിക്ക ഇങ്ങനെ എടുത്ത് മാറ്റുന്നത്. എന്നാൽ മാറ്റാത്ത സ്ഥലങ്ങളാണ് ബഹ്റിനും കുവൈറ്റും UAE ഒക്കെ തന്നെ. അപ്പോൾ അവിടെയൊക്കെ സംരക്ഷണമുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇറാൻ്റെ ഡയറക്റ്റ് മിസൈൽ റേഞ്ച് വരില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഏത് രീതിയിൽ അറ്റാക്ക് വരാൻ പോകുന്നു നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ താങ്കൾ പറഞ്ഞ ബുക്കിങ്സ് കൂടിയതും ആളുകൾ തിരിച്ചു പോരാൻ ആഗ്രഹിക്കുന്നതും ജീവനിൽ കൊതിയുള്ളതാണ്. കാരണം ഇത് ഏത് രീതിയിൽ ആരും പ്രതീക്ഷിച്ചില്ല. ഇന്ന് രാവിലെ എണീറ്റപ്പോഴത്തേക്കും ഡൊണാൾഡ് ട്രംപ് ഫോട്ടോയിൽ ബോംബിട്ടു എന്നറിയുന്നു, ബങ്കർ ബസ്റ്റ് ബോംബിട്ടു എന്നറിയുന്നു. അത്രയ്ക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ട്വിസ്റ്റുകളാണ് ഈ ഒരു യുദ്ധത്തിൽ വരുന്നത്, പ്രത്യേകിച്ച് ട്രംപിനെ പോലെ ഒരാൾ ഇൻവോൾവ് ആയതുകൊണ്ട്. പിന്നെ താങ്കൾ പോയിന്റ് ഔട്ട് ചെയ്ത വളരെ കറക്റ്റായിട്ടൊരു കാര്യമാണ്. കാരണം ഇവിടെ ഇരുന്ന് കാണുമ്പോഴത്തേക്കും നമുക്ക് പറയാൻ എളുപ്പമാണ് യുദ്ധത്തിന് പൊക്കോ, ഇറാനെ തകർത്തോ, ന്യൂക്ലിയർ കപ്പാസിറ്റി ഇല്ലാതാക്കണം എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. പക്ഷേ വെൻ ഇറ്റ് സ്റ്റാർട്ട്സ് എഫക്റ്റിംഗ് യു, ഒരു ഇൻഡിവിജ്വൽ നിലയ്ക്ക് നിങ്ങളെയോ നിങ്ങളുടെ സുഹൃത്തുക്കളെയോ നിങ്ങളുടെ നാട്ടുകാരെയോ നിങ്ങളുടെ വീട്ടുകാരെയോ ഒക്കെ എഫക്ട് ചെയ്ത് തുടങ്ങുമ്പോഴാണ് അതിൻ്റെ കാഠിന്യം നമുക്ക് മനസ്സിലാവുന്നത്.